ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെഗാ സീരിയൽ നാടകങ്ങളിലേക്ക് സ്വാഗതം. ശനിയാഴ്ച തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിക്ക് നാട്ടുകാരുടെ വക പൊതുരെ തല്ലുകിട്ടിയതൊക്കെ വലിയ വാർത്തയായതാണ്. ഉടൻ തന്നെ തൃണമൂലിന്റെ ഡയലോഗും ഒക്കെ വന്നിരുന്നു. ഇതൊക്കെ BJP-യുടെ പണിയാണ്, മരുമകൻ മരിച്ചുപോയേനെ എന്ന് പറഞ്ഞ് മമതാ ബാനർജിയുടെ വക മുതല കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ സസ്പെൻസ് ത്രില്ലറിലെ യഥാർത്ഥ ട്വിസ്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പോലീസ് അന്വേഷിച്ച് 6 പ്രതികളെ പിടിച്ചു. അപ്പോഴാണ് കഥ മാറുന്നത്. ആരാണ് ഈ അക്രമികൾ? BJP-കാരല്ല, മുൻ തൃണമൂൽ MLA ലവ്ലി മൈത്രയുടെ ഏറ്റവും അടുത്ത അനുയായികൾ. അതെ, തൃണമൂലിന്റെ സ്വന്തം ആളുകൾ തന്നെ. പാർട്ടി നേതാക്കൾ തമ്മിൽ ഗുണ്ടകളെ പോലെ തെരുവിൽ തല്ലുണ്ടാക്കുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കുറ്റം മുഴുവൻ BJP-യുടെ തലയിൽ വയ്ക്കുന്നു. എന്തൊരു ഉളുപ്പില്ലാത്ത പാർട്ടിയാണല്ലേ ഇത്. കഴിഞ്ഞ ദിവസം സൊനാർപൂരിൽ പോയ അഭിഷേകിന് നേരെയാണ് സ്വന്തം പാർട്ടിക്കാരുടെ വക ആക്രമണം ഉണ്ടായത്. ചീമുട്ട കൊണ്ട് അവർ അഭിഷേകിനെ അഭിഷേകം ചെയ്തു ഉടുപ്പും പറിച്ചു ഓടിച്ചു വിട്ടു. BJP-കാർ തന്നെ കൊല്ലാൻ നോക്കിയെന്നും ഇതിനെതിരെ താൻ സുപ്രീം കോടതി വരെ പോകുമെന്നും ഒക്കെ ആയിരുന്നു അഭിഷേകിന്റെ വീരവാദം. ക്രിക്കറ്റ് ഹെൽമെറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നും നെഞ്ചിൽ മുഴുവൻ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഒക്കെ മമത തള്ളിമറിക്കുകയും ചെയ്തു. എന്നാൽ അഭിഷേകിനെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞത് എന്താണെന്ന്? വെറും നിസ്സാര പരിക്കുകൾ മാത്രം, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. ആശുപത്രി അധികൃതർ പോലും ഈ തള്ളൊക്കെ കേട്ട് ചിരിച്ച് മരിച്ചിട്ടുണ്ടാകും. തുടർന്ന് മമത ആശുപത്രി CEO-നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിരുന്നു. കേന്ദ്രത്തിൽ BJP-യുടെ ഭരണം മാറുമ്പോൾ കാണിച്ചു തരാം എന്നൊക്കെയായിരുന്നു ഭീഷണി. തൃണമൂൽ ഭരണത്തിൽ ബംഗാൾ എങ്ങനെ ഒരു കൊടും കാടായി മാറി എന്നതാണ് ഇതിന്റെ യഥാർത്ഥ സാഹചര്യം. സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് പോലും ഉന്നത നേതാക്കൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ബംഗാളിൽ ഇപ്പോൾ പല വഴിക്കാണ് തല്ലുമാല. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും മാഫിയ വിളയാട്ടവും മറച്ചുവെക്കാൻ BJP-യെ ബലിയാടാക്കുന്നു. സ്വന്തം ആളുകളുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുക, എന്നിട്ട് ഇരവാദം മുഴക്കി നാട്ടുകാരുടെ മുന്നിൽ സഹതാപം പിടിച്ചു പറ്റുക. ഇതാണ് ഇപ്പോഴത്തെ തൃണമൂൽ സ്റ്റൈൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരെയാണ് ആക്രമിക്കുന്നത്? സത്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. വലത് കൈ ഇടത് കൈയെ തല്ലുന്ന ഒരു കോമഡി മാഫിയ സംഘമായി തൃണമൂൽ കോൺഗ്രസ് മാറി. BJP-ക്ക് മേൽ കെട്ടിവെച്ച കള്ളക്കഥ ഒരു നീർക്കുമുള പോലെ പൊട്ടിപ്പോയി. സ്വന്തം പാർട്ടിക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് അടുത്ത ഇലക്ഷനിൽ BJP-യെ നിലംപരിശാക്കുമെന്നൊക്കെ വീമ്പിളക്കുന്നത്. ഈ ഗുണ്ടായുദ്ധങ്ങളും വ്യാജ നാടകങ്ങളും കണ്ട് ബംഗാളിലെ ജനങ്ങൾക്ക് ആശ്വാസമാണ് ഇപ്പോൾ തോന്നുന്നത്, ശരിയായ തീരുമാനമെടുത്തതിൽ. ബംഗാളിലെ ദീദിയുടെ തെരുവ് നാടകങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് കേരള.